നമസ്കാരം, ദിലീഷ് ദേവസി. ഞാനിപ്പോൾ ഉള്ളത് കല്ലിടക്കിൽ OKP സൂപ്പർ മാർക്കറ്റിന് മുമ്പിലാണ്. ഓമശ്ശേരി പഞ്ചായത്ത് പെരുവിലിയിലാണ് ഈ സ്ഥാപനമുള്ളത്. ഈ OKP സൂപ്പർ മാർക്കറ്റിൽ ക്രിസ്തുമസിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. ഒരു ക്രിസ്തുമസ് ബസാർ എന്ന് തന്നെ പറയാം. OKP സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ ഇതാണ്. ഇവിടെ മാത്രമല്ല, ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തും നിറച്ചും ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട്, ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് സാന്റാക്ലോസ്, ഇത് ഡാൻസിങ് സാന്റാക്ലോസ് ആണ്. ഇത് മ്യൂസിക് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ലൈറ്റുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ട്രീക്ക് ഒരു പ്രത്യേകത കണ്ടല്ലേ, ഇതിങ്ങനെ മുകളിലേക്കും വരും, അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ താഴേക്കും പാസ് ചെയ്ത് പോകുന്ന ഒരു ക്രിസ്മസ് ട്രീ. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് കൂടുകൾ, അതായത് പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതല്ലേ പുൽക്കൂട്, ക്രിബുകൾ കണ്ടില്ലേ, ഈ ഉണ്ണിയേശു, അവരോടൊപ്പമുള്ള പശുക്കൾ, ആട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്രിബിൽ സെറ്റ് ചെയ്തിട്ട്. സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഈ കാണുന്നത് LED സ്റ്റാറുകൾ. LED സ്റ്റാറുകൾ പുറമെ പേപ്പർ സ്റ്റാറുകൾ, ഡെക്കറേഷൻ ബൾബുകൾ, ട്രീകളിലൊക്കെ, ക്രിസ്മസ് ട്രീകളിലൊക്കെ ഒരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബൾബുകൾ, അതുപോലെ ബോളുകൾ, പിന്നെ അലങ്കാര വസ്തുക്കൾ ഉണ്ടാവുമല്ലോ ക്രിസ്മസ് ട്രീക്ക് വെക്കാൻ പറ്റുന്നത്, അതൊക്കെ സജ്ജീകരിച്ചിട്ട് ഈ സ്ഥാപനങ്ങളിൽ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് വെറൈറ്റികളാണ്, അതും കുറഞ്ഞ പൈസയിലാണ് ഈ സ്റ്റാറുകളൊക്കെ, അതുപോലെ ഡെക്കറേഷൻ ലൈറ്റുകൾ, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗം മാത്രമല്ല, കല്ലിടക്കിൽ OKP സൂപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് മുഴുവൻ ഇവർ ഇടത്തേക്കാണ് അങ്ങോട്ട്. ഇവിടെ നിറച്ചിരിക്കുന്നത് ക്രിസ്മസ് ട്രീകളാണ്. ക്രിസ്മസ് ട്രീ മാത്രമല്ല, ഇത് ഇൻഡോർ ഡെക്കറേഷൻ ട്രീകളാണ്. അത് വലുതും ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ, ചെറിയ വീടുകളിൽ ചെറിയ ക്രിസ്മസ് ട്രീ മാത്രം മതി എന്ന് തോന്നുകയാണെങ്കിൽ ഇതാ കിടക്കുന്നത് ക്രിസ്മസ് ട്രീ. അതേപോലെ തന്നെ ഈ ഭാഗങ്ങൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റുകൾ ഉള്ള ക്രിസ്മസ് ട്രീകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ വരുവാണെങ്കിൽ തന്നെ രാത്രിയേ വരാവൂ. ഇവർ 2 മണി മുതൽ 12 മണി 2 മണിക്കൊക്കെയാണ് ഷോപ്പ് അടച്ചു പോകാറ്. രാത്രി വരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ രാത്രി വന്നാലേ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പുതിയ ഒരു സെക്ഷനാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇത് കല്ലിടക്കിൽ OKP സൂപ്പർ മാർക്കറ്റിൻ്റെ ആദ്യത്തെ നിലയാണ്. ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതായത് ക്രിസ്തുമസിന് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സാധനങ്ങൾ മുഴുവൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷ്വലൊക്കെ കാണാം. കാരണം ഡെക്കറേഷൻ ചെയ്യാനുള്ള ഓരോ റിങ്ങുകൾ, ട്രീയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലങ്ങളിൽ ട്രീ ആയിട്ട് വരുന്ന
ഒരു ട്രീ ആയിട്ട് വന്നിട്ടാണ് വരൽ, ഒരു ഡെമോ പോലെ വരൽ. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാ വെച്ചാൽ ട്രീ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ഗ്രീൻ ഗിൽറ്റ് പേപ്പറുകളിൽ റിബൺ ടൈപ്പിൽ നമുക്ക് ട്രീ മേക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ട്രീ മേക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള റിബണുകൾ ഇവിടെ യഥേഷ്ടമുണ്ട്. വളരെ വിലക്കുറവിൽ നല്ല ഭംഗിയോടുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കല്ലിടുക്കിൽ OKP സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ OKP സൂപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു ഡെക്കറേഷൻ സെക്ഷൻ നമുക്കൊന്ന് ആസ്വദിക്കാം, കാണാം. ഈ ഡെക്കറേഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിൽറ്റിൽ ഇതേപോലെ ട്രീ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല കളറിലുള്ള, പച്ചയായാലും ശരി ചുവപ്പായാലും ശരി, ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രീ മേക്ക് ചെയ്യാം. അതേപോലെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ടൈപ്പ്, ഗ്രീൻ ടൈപ്പ്, അതേപോലെ തന്നെ മജന്ത ടൈപ്പുകളുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇനി ഇവിടെ അത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ക്രിസ്തുമസിൻ്റെ ക്യാപ്പാണ്. ഈ ക്യാപ്പ് എല്ലാവരും തലയിൽ അണിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഒരേ രീതിയിൽ ഒരു ഫോട്ടോ സെഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് അത് ക്രിയേഷൻ ചെയ്യാൻ പറ്റും. അതും ക്രിസ്മസിൻ്റെ ക്യാപ്പ്, സാന്റാക്ലോസിൻ്റെ ക്യാപ്പ് പല രീതിയിൽ ഇപ്പം നല്ല ഭംഗിയോട് കൂടിയിട്ട് കണ്ടില്ലേ, ഡിസൈനോട് കൂടിയിട്ട്. പണ്ട് ഇങ്ങനെ സിംഗിൾ കളർ മേടിക്കുന്നുണ്ട്, ഡിസൈൻ ഇല്ലാത്തത്. അതേപോലെ തന്നെ ഇപ്പം ഈ കുട്ടികൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ട് കണ്ണൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു രസകരമായിട്ടുള്ള ക്യാപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അതും വളരെ വിലക്കുറവിൽ നമ്മൾ ഒന്നിച്ച് എടുക്കുന്ന സമയത്ത് അതിലും ഒരുപാട് ഡിസ്കൗണ്ടുകൾ നമ്മുടെ ഓണറായിട്ടുള്ള ജിൽസൺ ചേട്ടൻ തരും. അതേപോലെ തന്നെ നമ്മളെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള, അത് പല കളറിലുള്ള, പല ഡിസൈനോട് കൂടിയിട്ടുള്ള പല കളറിലുള്ള വളരെ എന്താ മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി, നല്ല ഹാർഡുണ്ട്. അത് ശരിക്കും നല്ല ഹാർഡുണ്ട്, ക്വാളിറ്റിയോട് കൂടിയിട്ട്. നമ്മൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു തവണ നമ്മളിത് മേടിക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലങ്ങൾ ഇത് കൊണ്ട് നടക്കാൻ പറ്റും. ഇത് പുറത്തുനിന്ന് വരുന്നതാണെങ്കിലും നമ്മളെ ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ഓണറൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് കണ്ടില്ലേ, ക്രിസ്മസ് പപ്പായുടെ കുറേ പല കളറിലുള്ള, പല സൈസിലുള്ള, പല രീതിയിലുള്ള, പല ഭംഗിയുള്ള, മുഖം തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, അത്രയും രസമാണിത് കാണാൻ. അതേപോലെ തന്നെ വേണ്ട, ഇത് സ്റ്റിക്കാണ്, ഡെക്കറേഷൻ സ്റ്റിക്ക്. നമ്മളെ ക്രിസ്മസ് പപ്പയ്ക്ക്, ചെറിയ ക്രിസ്മസ് പപ്പയൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ചെറിയ കുട്ടികളെയൊക്കെ നല്ല രസമാണിത് ക്രിസ്മസ് പപ്പയായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഈ സ്റ്റിക്കൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഏറ്റവും അത്യാവശ്യമുള്ള സംഭവങ്ങളാണ് ഈ ബോളുകൾ. ഉണ്ടോ, ഇത് നമ്മൾ ഈ ട്രെയിനിൻ്റെ മുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന നല്ല രസമുള്ള, എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഗോൾഡൻ കളർ അല്ല, എന്നാലും ഗോൾഡൻ കളർ ഉണ്ട്, ഗോൾഡൻ കളർ ടൈപ്പ്. ഇതിൻ്റെ വില ഇതിനകത്തുണ്ട്, വില ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കി കണ്ട് പർച്ചേസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വില നിങ്ങൾ കേട്ടാൽ പേടിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, വളരെ കുറവാണ് വില. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വില വ്യത്യാസമുണ്ട്. ഇനിതാ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഡെക്കറേഷനുകളാണ്. ഇതൊക്കെ ഓരോ കാര്യങ്ങളാ. ഈ ചെറിയ ബോൾ, ഞാൻ നേരത്തെ വലിയൊരു ബോൾ കാണിച്ചു തന്നു, ഇപ്പോൾ ഈ ചെറിയ ബോളുണ്ട്. അതേപോലെ തന്നെ ചെറിയ സാന്റാക്ലോസിൻ്റെ ചെറിയ, ഇത് ഒക്കെ ട്രീയിൽ തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അതേപോലെ സാന്റാക്ലോസിൻ്റെ കണ്ണാടി, കണ്ണാടി ട്രീയിൽ തൂക്കാൻ പറ്റുന്ന ചെണ്ട, ട്രീയിൽ തൂക്കാൻ പറ്റുന്ന വലിയൊരു മണി. ഇനി ഇങ്ങനെ വന്നിട്ട് ചെറിയ ബോളുകൾ, ഈ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീകൾ ചെറിയ ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ ഹോൾസെയിൽ പോലെ നമുക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ മണികൾ. പേപ്പർ സ്റ്റാറുകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ LED സ്റ്റാറുകളിലേക്ക് വരുന്ന സമയത്തും പേപ്പർ സ്റ്റാറിൻ്റെ വാല്യൂ ഒരു പ്രത്യേകം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിലൊരു ബൾബിട്ട് കഴിഞ്ഞാൽ ആ കാണുന്ന കാഴ്ച ഒരു രസമാണ്. പേപ്പർ സ്റ്റാർ ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ പല ഭാഗത്തും, നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തു നിന്നും OKP സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായിട്ട് ഒന്ന് തോന്നിയത് ഇങ്ങനെയുള്ളൊരു ട്രീ. പണ്ട് നമ്മൾ കോലുമുട്ടായൊക്കെ കഴിക്കല്ലേ, അതേപോലെയുള്ള ഒരു മേക്കിങ്ങാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത്, ഞാനിത് മറ്റുള്ള സ്ഥാപനങ്ങളിലൊന്നും, മറ്റുള്ള ഷോപ്പുകളിലൊന്നും, സൂപ്പർ മാർക്കറ്റിലൊന്നും ഇതേപോലെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അത് കാഴ്ചകൾ കാണുമ്പോൾ
അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞ് ക്രിസ്മസ് പാപ്പയ്ക്കുള്ള സ്റ്റിക്ക്, അതേപോലെ തന്നെ വലിയ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഉറപ്പുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ വേറെ എവിടെയും പോയി പർച്ചേസ് ചെയ്യേണ്ട. ഇവിടെ വന്നാൽ A to Z എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിലുണ്ട്. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ജിൽസൺ ചേട്ടൻ. ജിൽസൺ ചേട്ടൻ ഈ പെരുവലിയിലെ നാട്ടുകാരനും കൂടിയാണ്. ജിൽസേട്ടാ, ഓരോ ക്രിസ്മസ് വരുമ്പോഴും നിങ്ങൾ പുതിയ പുതിയ ഐറ്റം ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ കൂട്ടുകാരൊക്കെ ചോദിക്കില്ലേ, ജിൽസ നിനക്കെന്താ ഭ്രാന്തായി പോയോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ എന്താ പറയുക സാധാരണ? അത് അതിനെപ്പറ്റി പറഞ്ഞാല് എനിക്ക് ഈ ചെറുപ്പകാലം തൊട്ട് ഒരു ക്രൈസാണ് ഇതിനോട്. ഈ ക്രിസ്മസ് ഐറ്റം LED ലൈറ്റ്, ക്രിസ്മസിന്റെ ഏത് ഐറ്റം ആണേലും. അപ്പൊ എന്താന്ന് എനിക്കറിയില്ല, ജന്മന എനിക്ക് കിട്ടിയൊരു ഇതാ വാസന തോന്നുന്നു. എന്താന്ന് എനിക്കറിയില്ല. ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെ ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പനോട് പറയുമോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ മേടിക്കണോ? പറയും. അന്ന് മുതലേ ഉള്ള ആഗ്രഹങ്ങൾ. അന്ന് ഞാൻ കുറെ കാലം പറഞ്ഞിട്ടാണ് എനിക്കൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു ഒരു ഉണ്ണി സെറ്റ്, മേക്കപ്പ് സെറ്റ് കിട്ടിയത്. അന്നത്തെ കാലത്ത് ഒരുപാട് പൈസ. അന്ന് എത്ര വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ചെറിയ എത്ര വലുപ്പമുള്ള ഒരു ഉണ്ണി സെറ്റ് എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് എത്ര പേരുണ്ട്? ഞങ്ങള് 4 മക്കളാണ്. അപ്പനും അമ്മയും മരിച്ചുപോയി, അപ്പച്ചനും അമ്മയും മരിച്ചുപോയി, പിന്നെ 4 പേരുള്ളത്. അപ്പൊ നിങ്ങൾ 4 പേരും കൂടെയാണ് കുട്ടിക്കാലത്ത് ചോദിക്കുക അങ്ങനെ ഒരു ക്രിസ്മസിന്റെ പരിപാടി ഒരുക്കാണ്ട് അപ്പൊ ഈ സാധനങ്ങൾ മേടിച്ചിടണം? അന്ന് തോന്നിയൊരു ഇതാണ് അന്ന് തോന്നിയൊരു ക്രൈസ്. അതിങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ഒരു വ്യാപാര മേഖലയിലേക്ക് തിരിഞ്ഞു. അപ്പച്ചൻ്റെ കച്ചവടമായിരുന്നു. അപ്പം അപ്പച്ചൻ്റെ കാലം കഴിഞ്ഞപ്പം ചേട്ടനത് ഏറ്റെടുത്തു. ചേട്ടനും പിന്നെ ഞാനും ഞങ്ങള് 2 കച്ചവടങ്ങളായി മാറി. ചേട്ടൻ റബ്ബർ കച്ചവടത്തിലേക്ക് പോയി, ഞാൻ പലചര കച്ചവടത്തിലേക്ക് വന്നു. അപ്പം അത് തുടങ്ങിയ കാലം തൊട്ട്, പലചര കച്ചവടം ഏറ്റെടുക്കുന്ന കാലം തൊട്ട് അന്ന് പേപ്പർ സ്റ്റാറുകളായിരുന്നു. പേപ്പർ സ്റ്റാർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് LED സ്റ്റാറിലേക്ക് വന്നു. അന്ന് ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ അന്ന് മിഠായി തെരുവിൽ ഒരു കടയിൽ മാത്രം LED സ്റ്റാർ കണ്ടു. അപ്പൊ എന്നാ സംഭവം കാണാൻ വേണ്ടി ഞാൻ പോയി. LED സ്റ്റാർ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അത് കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം അയാളോട് സംസാരിച്ചപ്പോൾ പുള്ളി ഭയങ്കര വിലയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരിച്ചു, കടയിലേക്കാണ്, അത് വിൽക്കാൻ വേണ്ടിയാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു അത് ഇത്ര രൂപ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്ന് എത്ര വാങ്ങിയാൽ ഞാൻ ഓർക്കുന്നില്ല. അന്ന് 2 സ്റ്റാറാണ് എനിക്ക് തന്ന്. ഞാനൊരു 5 ചോദിച്ചു, എനിക്ക് 2 കിട്ടി. ഒരു 2 മോഡലുള്ള, ഒരു വാൽനക്ഷത്രവും ഒരല്ലാത്ത നോർമൽ 5 കാലിലെ സ്റ്റാറും. അതിനിവിടെ കൊണ്ടുവന്ന് ഞാനിവിടെ മുകളിൽ കടയായിരുന്നു അന്ന്. കടയിൽ നിന്ന് തൂക്കി, അവിടെ തൂക്കി അത് ലൈറ്റ് ഇട്ട് പോയാൽ എന്നാ സാധനം എല്ലാവരും ചോദിച്ചത് LED സ്റ്റാറാന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഭാഷയിലൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അത് സെയിലായി പോയി. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അങ്ങനത്തെ ഈ LED സ്റ്റാറിന്റെ തുടക്കം എന്റെ അമ്മാവൻ തന്നെയായിരുന്നു വാങ്ങിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലേ? അല്ല, ആ ഒരു അനുഭവം നമുക്ക് പുതിയ ഒരുപാട് LED സ്റ്റാറുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് മാറി. അതോടൊപ്പം LED സ്റ്റാർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് വരെ എനിക്ക് യൂണിറ്റിലൊരു പാർട്ട്ണർ ആകാൻ പോയത് എനിക്ക് കഴിഞ്ഞു. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. എല്ലാവർക്കും ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ ഈ ഒരു ഒരുക്കങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയാ, മനസ്സിലൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കും, എവിടെ നിന്നായിരിക്കും നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? ഈ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ തരാൻ വേണ്ടി, നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പർച്ചേസിങ് ചെയ്യേണ്ടി വരും. ഒരുപാട് ദിവസത്തെ ആലോചനകളായിരിക്കും. ഇപ്പം ക്രിസ്മസ് വരുന്നതിന് മുമ്പേ തന്നെ, ഒരു 2-3 മാസം മുമ്പേ തന്നെ ജിൽസൺ ചേട്ടൻ എന്തൊക്കെ സാധനം പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ് ഇട്ടുണ്ടാവും അല്ലേ? പക്ഷെ അത് കാണണമെങ്കിൽ തന്നെ, ആ ലിസ്റ്റ് ഇടണമെങ്കിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ കാണണ്ടേ? അത് ഒരു ദിവസം പോലും ഉറക്കമില്ലാതെ ഈ ലിസ്റ്റൊക്കെ മനസ്സിൽ വെച്ച്, അത് മാത്രമല്ല ഇവിടെ 12 മണിക്കാണ് കടയടച്ചു പോകുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ ലിസ്റ്റ് ഇട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ, എവിടെ നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്? അത് ഒരുപാട് സാധനങ്ങളുണ്ട്. LED സ്റ്റാറിന്റെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ മുഴുവൻ ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ ലോക്കലായിട്ട് നമ്മൾ മേടിക്കുന്ന പിന്നെ കട്ടപ്പനയിൽ നിന്ന് വരുന്നുണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും ഓരോ മോഡൽ മെറ്റീരിയൽ, പുൽക്കൂടുകളാണ് കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് പല സ്ഥലത്തും. അവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ആണ്. ഇടനിലക്കാരില്ല. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു മാർക്കറ്റ് വിലയേക്കാളും കുറച്ച് കൊടുക്കാൻ പറ്റും. ഇടനിലക്കാർ വരുമ്പോഴാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്താണ് നമുക്ക് പൈസ കുറച്ച് കൂടി പോകുന്നത്. നേരിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർക്ക് നമ്മുടെ കൂടുതൽ ലാഭം എടുക്കാതെ കുറഞ്ഞ പൈസക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നത് ക്രിബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുൽക്കൂടുകൾ, അതേപോലെ തന്നെ പുൽക്കൂടിന്റെ പുതിയൊരു ഐറ്റം വന്നില്ലേ, നിങ്ങൾ ചൂരൽ കൊണ്ട് പുൽക്കൂട് മേക്കിംഗ്, എന്തൊക്കെ ഐറ്റം ഉണ്ട് പുൽക്കൂടിൽ എന്ന് പറഞ്ഞു? പുൽക്കൂടിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഈ വർഷം വന്നു.
ഒരു 3-4 മെറ്റീരിയൽ വരാനുണ്ട്. അത് വരാൻ ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നുകൊണ്ട് നിന്ന് പോയതാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു ഈ വർഷം. ഒരു 3 വെറൈറ്റി ഐറ്റം, അത് ഈ കേരള മാർക്കറ്റിൽ ഇറങ്ങാത്ത ഐറ്റം, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല. അത് ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നതുകൊണ്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല. അത് അടുത്ത കൊല്ലം നമ്മൾ പരിഗണിക്കും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ട്രീകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. ക്രിസ്മസ് ട്രീകളുടെ, പണ്ടൊക്കെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയുള്ള ട്രീകളുണ്ട്, അല്ല സിംഗിൾ ആയിട്ടുള്ളതുണ്ട്. അതല്ലാതെ അതിനകത്ത് ലൈറ്റ്, LED ലൈറ്റ്, അതായത് അറ്റത്ത് മാത്രം ലൈറ്റ് വരുന്ന കുറേ ഡിഫറെൻറ്റ്, ഇതൊക്കെ എവിടെ നിന്ന് നിങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ളതാണ്. LED ലൈറ്റുകൾ നമുക്ക് പിന്നെ ആദ്യം കേരളം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ പാർട്ടികളുണ്ട്, കണ്ടെയ്നർ പാർട്ടികളുണ്ട്. അവരുടെ നിന്ന് എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇക്കൊല്ലം ഞാനത് ഡയറക്റ്റ്, എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ജൂലൈ മാസത്തിൽ ചൈനയിൽ പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ പോയി. അവിടെ പോയി നമുക്ക് അവിടെ ഒരു ഗൈഡ് ഉണ്ട്. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടുപോയ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ആള് നമ്മളെ പിന്നെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് അതാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് കാണിച്ചത്. അതാണ് എന്റെ ഒരു ഇത്, അത് ആ എക്സ്പീരിയൻസ്. അത് മാത്രമേ ഉള്ളൂ. ഭാഷ അറിയില്ല, ആളെ അറിയില്ല, ഭാഷ അറിയില്ല, എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല, എന്ത് പർച്ചേസ് ചെയ്യണമെന്നറിയില്ല. ഞാൻ ബുക്കിൽ എഴുതിക്കൊണ്ട് ഇന്ന സാധനം എടുക്കണം എന്നൊക്കെ. ഞാൻ എഴുതി പോയ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അതിനേക്കാളും വെറൈറ്റി സാധനങ്ങൾ ഞാൻ കണ്ടു. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ ഭയങ്കര മേക്കിംഗ് ആയിരിക്കും. മേക്കിംഗ് ആണ്. എല്ലാ ഫാക്ടറി ഔട്ട്ലെറ്റുകളാണ് അവിടെ ഉള്ളത്. അത് ആ ഔട്ട്ലെറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഫാക്ടറി കാണണം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ വണ്ടിയിൽ നമ്മളെ അവരുടെ ഫാക്ടറി കൊണ്ടുപോകും. അവിടെ ഫാക്ടറി. എത്ര ദിവസത്തെ യാത്ര എടുത്തു നിങ്ങൾ ചൈനയിൽ പോയിട്ട്? ചൈനയിൽ 10 ദിവസം അവിടെ നിന്നു. നമ്മളെ ഈ കേരളത്തിന്റെ കാലാവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. കേരളത്തിലെ കാലാവസ്ഥ തന്നെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ പോയ സമയത്ത് അന്ന് ഭയങ്കര ഭാഷ മനസ്സിലാവില്ല. ഭാഷ നമുക്ക് അവർ പറയുന്നത് മനസ്സിലാകില്ല, നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകില്ല. പക്ഷെ അത് ഒരുപാട് ടെക്നിക്കൽ വശങ്ങളുണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്നിക്കൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, ആ ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമുക്കത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ആ ടെക്നിക്കൽ വശം ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്തു. അത് ഷിപ്പിംഗ് കമ്പനി ഏൽപ്പിക്കുന്നു, നമ്മളത് ഇവിടെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. അതൊന്നും ഈ ചെറിയ സാധനങ്ങളില്ലേ, ചെറിയ സാധനങ്ങൾ എത്ര രൂപ മുതൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും? എന്ത് സാധനമാണ്? അതായത് ക്രിസ്മസിന്റെ ചെറിയ നമ്മൾ ട്രീയിൽ വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ട്രീ ഡെക്കറേഷൻ ഒരു പാക്കറ്റിന് നമുക്ക് ഒരു 20 രൂപ തൊട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അത് ഇപ്പം നമ്മൾ ക്രിസ്മസിന് നമ്മൾ ഒരു കഴിഞ്ഞ 15-ാം തീയതി തൊട്ട്, കഴിഞ്ഞ 10-ാം തീയതി തൊട്ട് നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് തികച്ചും ഫ്രീ ആണ്. അതുപോലെ LED സ്റ്റാർ വാങ്ങുമ്പോൾ ആ ഒരു LED സ്റ്റാറിന് കൂടെ നമ്മളൊരു LED സ്റ്റാർ ഫ്രീ ആണ്. ഒരു LED സ്റ്റാർ വാങ്ങുമ്പോൾ ഒരു LED സ്റ്റാർ ഫ്രീ ആണ്. ഫ്രീ ആണ്. കേട്ടോ, ഒരു LED സ്റ്റാർ വാങ്ങുമ്പോൾ ഒരു LED സ്റ്റാർ ഫ്രീ. ഇത് വേറെ ഏത് മാർക്കറ്റിൽ കിട്ടും? അതാണ് രസം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഹോൾസെയിലായിട്ട് നിങ്ങൾ ഇവിടുന്ന് തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഏത് ഷോപ്പിലേക്കും ഹോൾസെയിലർക്ക് ഹോൾസെയിൽ ആവശ്യപ്പെടുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കും. പക്കാ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കൊടുക്കും. ഇപ്പൊ പള്ളികളിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ നേരത്തെ വന്നു, കുറെ പേര് അവരെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ട് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഞാൻ ക്രിസ്മസിന് ആഘോഷപരമായിട്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഐറ്റമാണ് ശരിക്കും പറയാം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പറയാം? ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ ക്രിസ്മസ് സംബന്ധമായ ഏറ്റവും സാധനങ്ങൾ ഒരു സാധനങ്ങളും ഇല്ലാതില്ല. വളരെ റേറായിട്ട് ഇപ്പൊ ഇത്രയും ദിവസം ആയ സ്ഥിതിക്ക് കുറച്ച് ചില സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അത് ചൈനയിൽ നിന്ന് വന്ന വെറൈറ്റി ഐറ്റംസിന്റെ ഒരു കലവറ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 10 ദിവസം കൊണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തു, വില ഇട്ട് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു. 10 ദിവസം കൊണ്ട് അതിന്റെ ഭംഗി കണ്ടപ്പോൾ ആൾക്കാർ പർച്ചേസ് തീർന്നു പോയി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു സങ്കടമുണ്ട്. ഇപ്പം വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർക്ക് ആ സാധനം ഇല്ലേ, ആ സാധനം ഫോട്ടോ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് കാണിച്ച് അത് എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ അടുത്ത് ആ സാധനം ഇല്ല. ആ ഒരു മാനസിക വിഷമം എനിക്കിപ്പോൾ എന്നെ അലട്ടുന്നുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അന്ന് ഉണ്ടായില്ല. അത് ചെറിയൊരു സാങ്കേതിക അവസ്ഥ അവിടെയും വന്നു. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ചെടുത്തു. പിന്നെ അതിന്റെ ഷിപ്പിംഗ് ചാർജ് എങ്ങനെയാണ്, ബാക്കി ഡീറ്റെയിലുകൾ എങ്ങനെയാണെന്ന് ആദ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഷോർട്ട് വന്നു, കുഴപ്പമില്ല. അപ്പൊ അടുത്ത വർഷം നമ്മൾ ദൈവം സഹായിച്ചാൽ നമ്മൾ അടുത്ത വർഷം ഇതിൽ വിപുലമായിട്ട് ഈ ക്രിസ്മസ് നമ്മൾ ഇവിടെ ഒക്ടോബർ 1-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കൊല്ലം ഒക്ടോബർ 5-നാണ്, ഒക്ടോബർ 25-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത കൊല്ലം ഒക്ടോബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കട്ടെ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി, പിന്നെ ക്രിസ്തുമസ് ആവുന്ന സമയത്ത് ഒരു മനസ്സിനൊരു ടെൻഷനല്ലേ?
ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ രാപ്പകലില്ലാതെ ശരിക്കും ഊണുമില്ല ഉറക്കമില്ല 4 മണി വരെ നിങ്ങളെ സ്റ്റാഫ് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം നിങ്ങളെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം സ്റ്റാഫും ഒരേ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അവരെ ഒരു ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിപ്പം വന്നപ്പോൾ തന്നെ കണ്ടു. പിന്നെ അതേപോലെ ഈ വർഷത്തെ ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ ഇവിടെ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. എന്താ നിയോൺ LED ലൈറ്റുകൾ, നിയോൺ ബട്ടർഫ്ലൈ, അതിനെ കുറിച്ചൊന്നും പറയും. അത് നിയോൺ ബട്ടർഫ്ലൈനെ പറ്റി പറഞ്ഞാൽ, ഞാൻ നിയോൺ ബട്ടർഫ്ലൈ ചൈനയിൽ കൂടി ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. 5 മണിക്ക് മാർക്കറ്റ് അടയ്ക്കും. അപ്പൊ 5 മണിക്ക് മാർക്കറ്റ് വൈകിട്ട് 5 മണിക്ക് അവിടെ ലേഡീസ് ആണ് കടകൾ ഫുള്ള്. അപ്പൊ 5 മണിക്ക് മാർക്കറ്റ് അടയ്ക്കും. അപ്പം എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആണുങ്ങൾ മാത്രമേ ഷോപ്പുകളിൽ ഉണ്ടാവുള്ളൂ. അല്ലാത്ത എല്ലാ ആണുങ്ങളും അവരുടെ വീട്ടിലെ ഫാക്ടറി നോക്കുന്നവരായിരിക്കും. ലേഡീസ് രാവിലെ ഒന്ന് കട തുറക്കും. അപ്പം ആ കടകളിൽ ഇരുന്ന് അവർ 5 മണിക്ക് ഞാൻ കട അടച്ച് എല്ലാവരും കട അടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പർച്ചേസ് ഏകദേശം അന്നത്തെ നിർത്തി. ഞാൻ ആ പർച്ചേസ് കഴിഞ്ഞ് നടന്ന് പുറത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ബട്ടർഫ്ലൈ കണ്ടു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് റേറ്റ് തരും, എന്ത് റേറ്റ്. അത് സംസാരിച്ചു. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഷിപ്പിംഗ് ചാർജ് കണക്കൂട്ടി വലിയ എമൗണ്ട് ആയിട്ട് തോന്നി. ഞാൻ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം ഞാൻ അവിടെ തന്നെ പോകുന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെയും കണ്ടു, പിന്നെയും ചോദിച്ചു. അങ്ങനെ അന്ന് ഞാൻ എടുത്തില്ല. എനിക്ക് വില സൂട്ടുള്ള അന്ന് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കി, കിട്ടിയില്ല. പിറ്റേ ദിവസം പിന്നെ ഞാൻ പോയി അവിടെ. അപ്പോൾ ചോദിച്ചു. അപ്പോൾ അയാൾ തന്നെ എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ വിലനൊക്കെ ലേശം പൈസ കൂട്ടി എനിക്ക് തന്നു. നിങ്ങൾ ഇത്രയും ദിവസം വന്നതല്ലേ, അപ്പൊ നിങ്ങൾ ഇനി ഒരു ദയ തോന്നി. എന്റെ ഒരു മാനസിക വിഷമം കണ്ടിട്ട് എന്റെ ഒരു ആഗ്രഹത്തിന് അയാൾ സബലീകരിച്ചു തന്നു. ഞാനൊരു കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. അതിവിടെ ഹോൾസെയിലാരും എടുത്തു പോയി. ഒരു പീസും കൂടി ഉണ്ട്, ഞാൻ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. പിന്നെ നിയോൺ സ്റ്റാറുകളൊക്കെ ഉണ്ട് അല്ലേ? നിയോൺ സ്റ്റാറുകൾ ഈ വർഷം പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നിയോൺ സ്റ്റാറുകൾ. ഇത്ര കാലമായിട്ട് നിയോൺ സ്റ്റാറുകൾ നമുക്ക് അത് ബ്ലിങ്ക് ചെയ്യായിരുന്നു, മിന്നിയാലായിരുന്നു. ഇപ്പോൾ ഇക്കൊല്ലമാണ് നിയോൺ സ്റ്റാറുകൾ ഒരു 3D സംഭവം, 3D അപ്ഡേഷൻ ആണ്. അത് ഈ വർഷത്തെ ഹൈലൈറ്റ് ആണ്. ഏകദേശം കൊണ്ടുവന്ന എല്ലാ പീസ്, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ പീസുകളും അത് കഴിഞ്ഞിരുന്നു. ഇപ്പൊ കുറഞ്ഞ പീസ്, സാമ്പിൾ വെച്ച കുറഞ്ഞ പീസുകൾ മാത്രമേ, ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. നമ്മുടെ കസ്റ്റമറോട് ജിൽസൺ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പറയാം. എൻ്റെ കസ്റ്റമറോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഓരോ വർഷവും എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സാണ്. അവരെ എല്ലാ സ്ഥലത്തുനിന്നും, പശിക്കടവ് തൊട്ട് പെരിന്തൽമണ്ണ, പിന്നെ വയനാട് ബത്തേരി, വയനാട് ബത്തേരി പുൽപ്പള്ളി ഭാഗത്തുനിന്ന്, അതുപോലെ കോഴിക്കോട്, പിന്നെ കോഴിക്കോട് അങ്ങേ അറ്റത്ത് വരെ, ബാലുശ്ശേരി, കൊയിലാണ്ടി ആ ഭാഗം, എല്ലാ ഭാഗത്തുനിന്നും, തോട്ടുമുക്കം, മരഞ്ചാട്ടി, വാലാപ്പുഴ, വെറ്റിലപ്പാറ, അങ്ങോട്ട് പെരിന്തൽമണ്ണ വരെ അങ്ങ് പോയി. അപ്പൊ അങ്ങനെ ഈ എല്ലായിടത്തും ഇപ്പം വന്നത് തോട്ടുമുക്കം പള്ളി എന്നാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും, അതുപോലെ തോട്ടുമുക്കം നിന്നൊരു 19 പേര് വന്നു, 19 കുടുംബങ്ങൾ വന്നു ഫാമിലിയോട്. ഞാൻ അപ്പൊ അങ്ങനെ ഒരു പർച്ചേസ് വാല്യൂ ഇപ്പം ആൾക്കാരെല്ലാം ഇവിടെ വന്ന്, അവരെ അവിടെ ഇല്ലാഞ്ഞിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് സാധനങ്ങൾ. എല്ലാവർക്കും ആർക്കും പരാതികളൊന്നുമില്ല, പ്രശ്നങ്ങളില്ല. എല്ലാം സന്തോഷമായി. പോകാൻ നേരത്ത് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടാണ് മനസ്സിന് സന്തോഷം. എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് അല്ലെ അവിടെ സ്റ്റാഫിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാ പോണേ, അല്ലെ അവരെ അറ്റൻഡ് ചെയ്ത സ്റ്റാഫിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടാ പോണേ. ഇതിലേറെ വിഭിന്നമായ കാര്യം, എൻ്റെ കൂടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടാണ്. അതുപോലെ എൻ്റെ ഫാമിലി കട്ട സപ്പോർട്ടോടുകൂടി എൻ്റെ കൂടെ, എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ ബന്ധുക്കാർ എല്ലാവരും ഒരു തിരക്ക് വരുമ്പോൾ ഇവിടെ വന്ന് എന്താ ചെയ്യുക സഹായിക്കും. ഒരു എന്താ പറയുക, അതൊരു സ്നേഹം, അറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ്, മറക്കാൻ പറ്റാത്ത സ്നേഹമാണ്. ഏതായാലും ഒരുപാട് സന്തോഷം ജിൽസേട്ടാ, നമ്മളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ജിൽസൺ ചേട്ടനെ പരിചയപ്പെടുത്താനും, അതേപോലെ തന്നെ ഈ കല്ലിടുക്കിൽ OKP സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പെരുവിലിയിലാണ്, ഓമശ്ശേരി പഞ്ചായത്തിലാണ്, പെരുവിലിയിലാണ് ഉള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, കുട്ടികൾ ആയിട്ട് നിങ്ങൾ വരണം. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. നിങ്ങൾ ഈ ഇവിടുന്ന് സാധനം മേടിക്കണമെന്നില്ല, കുട്ടികളെയും കൊണ്ട് വരിക, ഇതൊന്ന് കാണുക, അല്ലേ ജിൽസേട്ടാ? തീർച്ചയായും ഞാനതാ പറയുന്നുള്ളൂ. കുട്ടികളുള്ള വീടുകളിൽ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക. എനിക്ക് 1 രൂപയുടെ സാധനം നിങ്ങൾ മേടിക്കണ്ട, നിങ്ങൾ വന്ന് ഇത് കാണുക. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിനറിയും. അതുപോലെ അതാണ് ഒരു പ്രത്യേക ഹൈലൈറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കുട്ടികളെ കൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കാണിക്കണം. ഈ നൈറ്റിലേ വരാവുള്ളൂ. ഞങ്ങൾ രാത്രി 12 മണി വരെ ഉണ്ടാവും. അതാണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ അല്ലെ ഇന്ത്യക്ക് വെളിയിൽ ഏത് രാജ്യത്തേക്ക് വേണേലും നമുക്ക് സർവീസ് ഉണ്ട്. എവിടെ വേണേലും എന്ത് സാധനം വേണേലും അവർ വാട്സപ്പിൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ നമുക്ക് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അതിൽ നമ്മൾ മെസ്സേജ് ഇടുകയോ ചെയ്താൽ അതിൽ അവർക്ക് നമുക്ക് ഏത് മോഡലും കാണിച്ചു കൊടുക്കും. അത് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരുപാട് Okay. സന്തോഷം ഓക്കെ, താങ്ക് യു. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഈ വിഷയിൽ കാണുന്ന എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.